ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുക്കിയുടെ ഫസ്റ്റ് ക്രിസ്മസിന്റെ കുഞ്ഞൊരു ഷൂട്ടാണ് കേട്ടോ. അപ്പം ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ചായി, പക്ഷെ എഡിറ്റ് ചെയ്യാനും എല്ലാം കൂടെ കുറച്ച് ടൈം ആയായിരുന്നു. അപ്പോൾ എന്തായാലും വാവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പതുക്കെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് കുക്കിയുടെ ഡ്രസ്സിനെ പറ്റി പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കുക്കിയുടെ ബർത്ത്ഡേയും ക്രിസ്മസിനോടൊക്കെ അടുത്തുള്ള ഡേറ്റ് ആണ് December 23 ആണ്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു റെഡ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേച്ചിയാണെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്തത്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡ്രസ്സാണെങ്കിൽ ഓർഡർ ചെയ്തു. അപ്പം അതും ഇങ്ങനെ റെഡ് ക്രിസ്മസിനൊക്കെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഡ്രസ്സായിരുന്നു. അപ്പം അതിനു മുന്നേ തന്നെ ഈ ഒരു ഗ്ലാസും അതുപോലെ തന്നെ തൊപ്പിയും, അതിൻ്റെ ഒരു ക്യൂട്ട് ഒരു ക്രിസ്മസ് തീമിൽ വരുന്നൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു സ്പെക്സ് പോലൊരു ഡെക്കർ പോലെ വരുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്യൂട്ട് ഹാറ്റ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ മാച്ച് ചെയ്തൊരു റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സെയിമിൻ്റെ 2 സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു തൊപ്പി ഞാനും വെച്ചു. ഞാൻ ആദ്യം വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഹെയർ ബണ്ണായതുകൊണ്ട് എനിക്ക് നേരെ വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് മുടി അയച്ചിട്ട് ഒന്നുകൂടെ വെച്ചു കേട്ടോ. അപ്പം കുക്കിയാണെങ്കിൽ ഈ ഹാറ്റ് വെച്ചിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇത് എപ്പം പറിച്ചെടുത്ത് കളയും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. കാരണം നമ്മളെന്തിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഹെയർ ക്ലിപ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചാലൊന്നും എടുക്കത്തൊന്നുമില്ല. പക്ഷെ ഇപ്പം ഹെയർ ക്ലിപ്പ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും എടുക്കും. പിന്നെ ഹെയർ ബാൻഡ് അത്രയ്ക്ക് ഇങ്ങോട്ട് പറിക്കാറില്ല. എന്തായാലും കുറച്ച് നേരം ഈ ക്യാപ്പൊക്കെ വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ഈ ക്യൂട്ട് 2 സ്പെക്സ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2 കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഈ കൊമ്പ് വരുന്നത്, തീം വരുന്നത്. അപ്പോൾ ഈ റെയിൻഡിയറിൻ്റെ പോലത്തെ, അപ്പോൾ ഒന്ന് ഗ്രീനും ഒന്ന് റെഡുമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കുക്കി വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചിരി അങ്ങ് അടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് ചിരി വന്നു. അപ്പം ഞാനും ഇത് വെച്ചു കേട്ടോ. അപ്പം എനിക്കിത് വെക്കണമെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പം എൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഞാനിത് വെക്കാനായിട്ട്. എന്തായാലും ഞാൻ ഇടയ്ക്കൂടെ എൻ്റെ ഗ്ലാസ്സും എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവളും ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഞാൻ ഈ കാണുന്നേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്തായാലും കുക്കിക്ക് ഞാൻ പെട്ടെന്ന് വെച്ചിട്ട്, ഞാൻ വെച്ചപ്പോഴത്തേക്കും അവളുടെ വെച്ചപ്പോൾ അവളതങ്ങ് എടുത്തു കേട്ടോ. എന്തായാലും ഞാനും ഇങ്ങനെ ദേണ്ടെ വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ട് ഇങ്ങനെ ഗ്ലിറ്ററി കൊമ്പാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പം 3 ചെറിയും കൂടെ ഉണ്ട് ഈ ഗ്ലാസ്സിന് മേളിൽ. പിന്നെ ഒരു ചെവി, പിന്നെ ഒരു മൂക്ക്, റെഡ് മൂക്കും ഒക്കെ കൂടെ ഉണ്ട്. അപ്പൊ കുക്കി ഇങ്ങനെ എന്നെ നോക്കാണ്, എന്താണിത് ഞാൻ ഈ കാണുന്നേന്ന് വിചാരിച്ച്. കുക്കിയുടെ അപ്പം തന്നെ പറിച്ചു കളഞ്ഞിനി എൻ്റെത് പറിക്കാൻ വരുവാണ് കണ്ടോ. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഡ്രസ്സുമാണ്. ഈ ഡ്രസ്സിനെ പറ്റി ഓൾറെഡി ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുക്കിയുടെ 15 ഡ്രസ് അൺബോക്സിങ്ങിനകത്ത് ഫസ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ എനിക്കിത്. അപ്പോൾ ഇത് ഞാൻ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസമാണ്. കുറച്ച് കഷ്ടപ്പെട്ടു ഇടാനായിട്ട്. കാരണം ഇതെന്ന് പറയുന്ന ഫുൾ സ്ലീവ്, അതുപോലെ തന്നെ ബാക്കിൽ 3-4 ബട്ടനാണുള്ളത്. അപ്പം ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും യോക്കിന് താഴോട്ട് നമുക്ക് സിബോ ബട്ടനോ വേണം. ഇത് എടുക്കാനായിട്ട് ഇടാൻ നേരം കുറച്ച് കരഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പേടിച്ചാണ് ഇട്ടത്. ഇനി എങ്ങനെ ഊരുമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇത് ഊരിയപ്പോഴത്തേക്കും അത് ഒത്തിരി ടൈം എടുത്തു. ഞാൻ വിചാരിച്ചു ഇനി ദൈവമേ വല്ല കീറി എടുക്കേണ്ടി വരുമോ, കാരണം അവൾ കരയാനും തുടങ്ങി. എന്തായാലും കുറച്ച് 3-4 മിനിറ്റ് എടുത്തെങ്കിലും പതുക്കെ ഞാൻ അങ്ങ് ഊരിയെടുത്ത്. പക്ഷേ നമുക്ക് കുറച്ച് പാടാണ്. അങ്ങനെ ഇത് കണ്ടോ, ഈ ഹാറ്റും മുടിയും ഒക്കെ കണ്ണി വീണിട്ട് ഇടയ്ക്കൊന്ന് കണ്ണൊക്കെ ഇങ്ങനെ തിരുമുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ ക്യൂട്ട് കുറച്ച് ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിയെ ഇങ്ങോട്ട് വിളിച്ചാലൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാനതുകൊണ്ട് മേളിലൊക്കെ നിർത്തുവാണെങ്കിൽ, സോഫയിലെങ്ങാനും ഇരുത്തുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അവള് ചാടാനും ഒക്കെ നോക്കും. ഇപ്പം ഭയങ്കര
ഇഴയലൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ നേരെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ട് താഴെ എങ്കിരുത്തി. അതാവുമ്പം എനിക്ക് പതുക്കെ ഈ ഹാറ്റും ഒക്കെ വെച്ച് അതുപോലെ എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഹെയർ ഒന്നും ചെയ്യുവാനും പോലും എന്നെ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ അവള് കരച്ചിലായിരിക്കും. അവക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പൊ ഈ കോമ്പ് കണ്ടിട്ട് അത് അവിടെ നിന്ന് ഇഴഞ്ഞു വന്നത് എടുക്കുവാണ് കേട്ടോ. അപ്പോ അങ്ങനെ കുറച്ച് ക്യൂട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ നോക്കിയിട്ടുണ്ടാവും. ഈ തൊപ്പിയൊക്കെ വെക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ തലയുടെ പുറത്തോടൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെയാണ് കുറച്ച്. എന്തായാലും ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു 1 ഇയറിൽ നമുക്ക് ഈ ഒരു എന്താ പറയുന്ന ഓണത്തിന് ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രായത്തിൽ ഇവരിങ്ങനെ നടക്കുന്നതിന് മുന്നേയും നടക്കുന്ന ആ ഒരു പ്രായത്തിൽ കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് ഓണവും ക്രിസ്മസ് ഒക്കെ ആദ്യമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇങ്ങനത്തെ ഫോട്ടോസ്, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഡ്രസ്സ് ഇട്ടെടുത്തതാണ്. കണ്ടോ, ഈ ഒരു സമയത്തൊക്കെ അവര് ശരിക്കും എഴയുന്നൊരു പ്രായമാണ്. അപ്പൊ ഇനി അടുത്ത ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഓരോ മൈൽ സ്റ്റോൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങും. അപ്പൊ ഈ ഒരു സമയത്തേ നമുക്കിത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിയെല്ലാം ഫ്രണ്ടിലോട്ട് വന്നിട്ട് കണ്ണൊക്കെ തിരുമുന്ന കണ്ടിട്ട് ഞാനതൊക്കെ കെട്ടി വെച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചു നേരം വീഡിയോ എടുത്ത് ഞാൻ തന്നെ ക്ഷീണിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ കുറെ നേരം വീഡിയോ അവളങ്ങ് ഇരിക്കുന്നുമില്ല. ഇതുണ്ടോ ബാക്കിൽ ഞാൻ പറഞ്ഞ ഈ 3-4 യോക്കിന് മേളിലോട്ടാണ് ഈ ബട്ടൺ. അതുകൊണ്ടാണ്. താഴോട്ട് നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ഇടാം. എസ്പെഷ്യലി ഫുൾ സ്ലീവ് ആയോണ്ടേ. അങ്ങനെയാണ്. പിന്നെ കുക്കിങ്ങിനെ ഇവിടുത്തെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നോക്കുവാണ് കേട്ടോ. ഫോട്ടോ ഫ്രെയിംസ് തൊട്ടാൽ എനിക്ക് ഭയങ്കര പേടിയാ. കാരണം തൊട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ ഏതാണ് ഇങ്ങനെ സ്ലിപ്പായി വന്ന് നമ്മുടെ മുഖത്തോട്ടൊക്കെ ചിലപ്പോൾ വീഴും, നമ്മുടെ തലയിലൊക്കെ വീഴും. അപ്പൊ കുക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാ ഫ്രെയിംസും വേണം. ഇങ്ങനെ നമുക്ക് കുറെ ക്യൂട്ട് ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറെയൊക്കെ ബ്ലേർഡാണ്. അങ്ങനെ നമുക്ക് കിട്ടും നമ്മൾ കുക്കിയുമായിട്ട് എടുക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കും. നമുക്കൊരു ഫോട്ടോ നല്ലത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഈ ഒരു സ്പെക്സ് കിട്ടിയ സമയത്ത് ഞാൻ സ്പെക്സും തൊപ്പിയും വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത് അത് ഞാൻ ലാസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം അതായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങളുടെ പുതിയ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ, വീഡിയോസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പം അണ്ടിൽ ദെൻ ബൈ ബൈ. അപ്പം നമ്മുടെ ഫോട്ടോസ് എല്ലാം ഓരോ നമ്മളെടുത്ത് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ്. റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് കുക്കിയുടെ നല്ല ഫ്ലോറൽ യോക്കില് ഫ്ലോറൽ വരുന്ന ഡ്രസ്സ്, ഫുൾ സ്ലീവ്, അതുപോലെ തന്നെ നെറ്റിന്റെ ഫ്രോക്കൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ ദ നെക്സ്റ്റ് വീഡിയോ.